നമ്മളൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ്. തീവണ്ടിയിലെ വിരസമായ യാത്രക്കിടയിൽ അല്പം ഷോപ്പിംഗ് ആയാൽ യാത്ര അടിപൊളിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി മാംഗ്ലൂർ ഗോവ വന്ദേ ഭാരതിൽ അടക്കം 16 ട്രെയിനുകളിലാണ് ഈ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ ട്രെയിൻ യാത്രക്കിടയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. യൂണിഫോം ധരിച്ച സെയിൽസ് പേഴ്സൺസ് നമ്മുടെ മുമ്പിലേക്ക് എത്തും. മാല, കമ്മൽ, പുസ്തകം, കോസ്മെറ്റിക് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, പെർഫ്യൂം, ഫിറ്റ്നസ് ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി എന്തും നമുക്ക് ഈ യാത്രക്കിടയിൽ വാങ്ങാം. സമയം ലാഭിക്കാമെന്ന് മാത്രമല്ല, യാത്രയുടെ വിരസത അകറ്റാനും ഇത്തരത്തിലുള്ള ഷോപ്പിങ്ങുകൾ നമുക്ക് വലിയ സഹായകരമാകും. ഏതായാലും ഈ ഷോപ്പിങ്ങിന് വലിയ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്, വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്ന് റെയിൽവേയും അറിയിക്കുന്നുണ്ട്. കാരണം ഈ 16 ഇടങ്ങളിൽ തുടങ്ങിയെടുത്ത് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. കേരളവും ഗോവയും അടക്കമുള്ള ഈ ഷോപ്പിംഗ് ഇതിൽ ആ ഒരു യാത്രക്കിടയിലുള്ള ഷോപ്പിംഗ് ഐറ്റംസിൽ കേരളത്തിന്റെയും ഗോവയുടെയും ഒക്കെ തനത് കലാരൂപങ്ങളുണ്ട്. അതായത് ഈ കരകൗശല വസ്തുക്കളും തുണികളുമൊക്കെ വിൽക്കാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ റെയിൽവേ നടത്തുന്നുണ്ട്. അതായത് ട്രെയിൻ യാത്ര ഇപ്പോൾ എല്ലാം കൊണ്ടും ആഡംബരമാണ്. വന്ദേ ഭാരത് വന്നതോടുകൂടി യാത്ര കുറച്ചുകൂടെ റോയലായി. ഇപ്പോൾ ഈ ഷോപ്പിങ്ങും മറ്റുമൊക്കെ നടത്തി ആ യാത്ര കുറച്ചുകൂടെ ആനന്ദപ്രദമാക്കുക എന്ന രീതിയിലേക്ക് റെയിൽവേ മാറുന്നു. ഏതായാലും 2014 മുൻപ് പാളങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തിയെടുത്തു നിന്ന് ഇപ്പോൾ വന്ദേ ഭാരതിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, വന്ദേ ഭാരത് ഒരു വലിയ അനുഭൂതിയാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, വലിയൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്ന ഷോപ്പിംഗ് കൂടി ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേക്ക് അഭിമാനിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.